അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 23 വ്യാഴാഴ്ച. ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിൽ പണമില്ല. മാർച്ചിൽ നടത്തേണ്ട പരീക്ഷാ ചെലവിനുള്ള പണം സ്കൂളുകൾ സ്വന്തം അക്കൗണ്ടിൽ നിന്നെടുക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശം. മാർച്ച് 3 പരീക്ഷ തുടങ്ങുന്നത്. അക്കൗണ്ടിൽ തുകയില്ലെന്നാണ് ഉത്തരവിൽ നൽകുന്ന വിശദീകരണം. അതേസമയം സർക്കാർ പൊതുപരീക്ഷകൾക്കായി കുട്ടികളിൽ നിന്ന് ഈടാക്കുന്ന പ്രത്യേകം ഫീസ് ഡയറക്ടറേറ്റിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് വരികയെന്നും എന്നിട്ടും പരീക്ഷാ നടത്തിപ്പിനായി പണം തികയില്ല എന്ന് പറയുന്നതിൽ ദുരൂഹതയുണ്ടെന്നും ചില അധ്യാപകർ ആരോപിച്ചു. പാലക്കാട് ജില്ലയിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടി. അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. വീഡിയോ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്നും കുട്ടികളെ ശിക്ഷിച്ച് പരിഹരിക്കാവുന്നതല്ല പ്രശ്നങ്ങളെന്നും പറഞ്ഞ മന്ത്രി നിലവിലുള്ള ഉത്തരവ് പ്രകാരം ക്ലാസ് മുറിയിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ അനുവാദമില്ലെന്നും അധ്യാപകർ ചെയ്തത് നിലവിലുള്ള ഉത്തരവ് പാലിക്കുക എന്നതാണെന്നും സാധാരണ രീതിയിൽ കുട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത പെരുമാറ്റമാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വീഡിയോയിൽ കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. +1 വിദ്യാർത്ഥി അധ്യാപകനെതിരെ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി ആനക്കര സ്കൂൾ പ്രിൻസിപ്പൽ. ആ വീഡിയോ പ്രചരിച്ചത് സ്കൂളിൽ നിന്നല്ലെന്നും വിദ്യാർത്ഥിയുടെ വീഡിയോ പകർത്തിയത് അച്ഛനെ അയക്കാനെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. കുട്ടിയുടെ സ്വഭാവത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ആദ്യമേ ഉണ്ടായിരുന്നുവെന്നും കുട്ടിക്ക് ചെയ്ത തെറ്റ് മനസ്സിലായി ക്ഷമ ചോദിച്ചുവെന്നും കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും ബാലാവകാശ കമ്മീഷനും വിശദീകരണം തേടിയപ്പോഴാണ് പ്രിൻസിപ്പൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകലിന് ഇരയായ CPM കൌൺസിലർ കലാരാജു കോലഞ്ചേരി കോടതിയിൽ രഹസ്യമൊഴി നൽകി. ഭീഷണിപ്പെടുത്തിയാണ് വീഡിയോ ചിത്രീകരിച്ചതെന്ന് കല പറഞ്ഞു. മക്കളെ കൊല്ലുമെന്ന് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും അതിന്റെ തെളിവ് കയ്യിലുണ്ടെന്നും കല വെളിപ്പെടുത്തി. CPMൽ തുടരാൻ ആഗ്രഹമില്ലെന്നും പുതിയ രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ച് നിലവിൽ ചിന്തിച്ചിട്ടില്ലെന്നും കല പറഞ്ഞു. കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘർഷത്തിനിടെ വനിതാ കൌൺസിലർ കലാരാജുവിനെ CPM പ്രവർത്തകർ കടത്തിക്കൊണ്ടുപോയത് ഈ വാഹനത്തിലായിരുന്നു. സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തതിലാണ് നടപടി. നേരത്തെ നഗരസഭാ സെക്രട്ടറിയിൽ നിന്നുൾപ്പെടെ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ ഇന്നലെ നടത്തിയ പണിമുടക്കിനെ നീതീകരിക്കാൻ കഴിയില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സർക്കാർ ജീവനക്കാരെയും അവരുടെ ആവശ്യങ്ങളെയും പരിഗണിക്കുന്നതിൽ ഇടത് സർക്കാർ വിമുഖത കാണിക്കില്ലെന്ന് പറഞ്ഞ TP രാമകൃഷ്ണൻ പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെന്ന് മറന്നുപോകരുതെന്നും ഇപ്പോൾ നടക്കുന്നത് വസ്തുതകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടലാണെന്നും അഭിപ്രായപ്പെട്ടു. ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തെ പാർട്ടി സംരക്ഷിക്കുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് 3 ദിവസത്തിനകം കിട്ടുമെന്നും അതിനുശേഷം തുടർ നടപടി ഉണ്ടാവുമെന്നും NM വിജയന്റെ വീട് സന്ദർശിച്ച ശേഷം സുധാകരൻ പറഞ്ഞു. എലപ്പുള്ളിയിലെ ബ്രൂവറി അനുമതി CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയായി. ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച് മാത്രം മുന്നോട്ടു പോകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിഷയം വന്നത് ദോഷം ചെയ്യുമെന്നും വിമർശനം. ചർച്ച ചെയ്ത് ആശങ്കകൾ പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കണമെന്ന് മുതിർന്ന നേതാക്കളും ആവശ്യപ്പെട്ടു. നാട്ടിൽ വികസനം കൊണ്ടുവരുന്ന പദ്ധതിയാണിതെന്നും ആശങ്കകൾ പരിഹരിച്ച് എലപ്പുള്ളിയിലെ ബ്രൂവറി പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിലാണ് ബ്രൂവറി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്ക് CPM സംസ്ഥാന സെക്രട്ടറി പാർട്ടി നിലപാട് വ്യക്തമാക്കിയത്. വിഷയത്തിൽ ആശങ്ക അറിയിച്ച പ്രാദേശിക നേതാക്കൾക്കാണ് പാർട്ടി സെക്രട്ടറിയുടെ മറുപടി. സ്വകാര്യ മദ്യ പ്ലാന്റിന് വെള്ളം കൊടുക്കുന്നതിന് ന്യായീകരിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കിൻഫ്രയ്ക്ക് നൽകിയ വെള്ളം പങ്കിടുന്നതിൽ തെറ്റില്ലെന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. ഒരു വ്യവസായ സംരംഭം വരുമ്പോൾ അതിനോട് നെഗറ്റീവായി ഇടപെടേണ്ട കാര്യമില്ലെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് മദ്യനിർമ്മാണ കമ്പനി വെള്ളത്തിന് അനുമതി വാങ്ങിയത് എന്ന സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പ്രസ്താവന അറിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി.
CPM-നെതിരെയുള്ള കാന്തപുരത്തിന്റെ വിമർശനത്തെ പിന്തുണച്ച് മുസ്ലിം ലീഗ്. മതപണ്ഡിതന്മാർ മതകാര്യം പറയുമ്പോൾ CPM എന്തിനാണ് അതിൽ ഇടപെടുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ചോദിച്ചു. CPM പോളിറ്റ് ബ്യൂറോയിൽ ആകെയുള്ളത് ഒരു സ്ത്രീയല്ലേ എന്നും വനിതാ മുഖ്യമന്ത്രിമാർ ഉണ്ടാകുന്നത് CPM തടഞ്ഞെന്നും അഭിപ്രായപ്പെട്ട സലാം CPM എന്നും സ്ത്രീകൾക്ക് എതിരാണെന്നും കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ അന്നം മുട്ടിക്കുന്ന സമരത്തിൽ നിന്ന് റേഷൻ വ്യാപാരികൾ പിന്മാറണമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ. സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന റേഷൻ വ്യാപാരി സമരം ഗൗരവമായി കാണുന്നുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മാറുമ്പോൾ പരിഹരിക്കാവുന്നതാണ് കമ്മീഷൻ പ്രശ്നമെന്നും രാജ്യത്തെ ഏറ്റവും ഉയർന്ന കമ്മീഷനാണ് കേരളത്തിൽ റേഷൻ വ്യാപാരികൾക്ക് ഇപ്പോൾ നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനെ വിമർശനം. BJP നേതാവ് സന്ദീപ് വാര്യർ BJP വിട്ടപ്പോൾ AK ബാലൻ നടത്തിയ പുകഴ്ത്തൽ പരാമർശം ഉയർത്തിയാണ് കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ രൂക്ഷ വിമർശനം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്. സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ സഖാവാകും എന്ന പരാമർശം വെള്ളം തിളയ്ക്കും മുമ്പ് അരിയിടുന്നതിന് തുല്യമായെന്നാണ് വിമർശനം. ഡോക്ടർ ആശാദേവിയെ കോഴിക്കോട് DMO ആക്കി ആരോഗ്യവകുപ്പ് പുതിയ ഉത്തരവിറക്കി. ഡോക്ടർ രാജേന്ദ്രനെ DHSലേക്കും മാറ്റി. ഡോക്ടർ രാജേന്ദ്രനെ ആരോഗ്യവകുപ്പ് ഡയറക്ടറായാണ് നിയമനം. ഇരുവരും ഒരേ സമയം DMO ആയി ഓഫീസിൽ തുടർന്നത് നേരത്തെ വിവാദമായിരുന്നു. വട്ടിയൂർക്കാവ് ഗവൺമെന്റ് LPSന് അനധികൃതമായി അവധി നൽകിയ സംഭവത്തിൽ കടുത്ത നടപടി സ്വീകരിച്ച് മന്ത്രി. പ്രഥമ അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി മന്ത്രി അറിയിച്ചു. അനധികൃതമായി ഇത്തരത്തിൽ അവധി നൽകിയതിനെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അധ്യാപകരും ജീവനക്കാരും സമരത്തിൽ പങ്കെടുക്കുന്നതിനാൽ ഇന്ന് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ലെന്ന് വാട്സാപ്പിൽ സന്ദേശം അയച്ചിരുന്നു. ഭരണത്തിലിരിക്കുമ്പോൾ ഒന്നു പറയുകയും പ്രതിപക്ഷത്തായാൽ മുമ്പ് പറഞ്ഞത് മുഴുവൻ വിഴുങ്ങി ജനങ്ങളെയും തൊഴിലാളികളെയും ജീവനക്കാരെയും പറ്റിക്കുന്ന നിലപാടല്ല LDF സ്വീകരിക്കുന്നതെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും പങ്കാളിത്ത പെൻഷനും അടക്കമുള്ള ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു ധനകാര്യമന്ത്രി. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് CG ഉണ്ണിയുടെ വിമർശനത്തിന് മറുപടിയുമായി PV അൻവർ. CG ഉണ്ണിയുടെ വിമർശനത്തിന് TMC ദേശീയ നേതൃത്വം മറുപടി പറയുമെന്നും നിലവിൽ കേരളത്തിൽ TMCക്ക് ഒരു കമ്മിറ്റിയുമില്ലെന്നും കേരള കോർഡിനേറ്റർ സ്ഥാനത്ത് താൻ മാത്രമാണുള്ളതെന്നും വേറെ ഒരു ഘടകവും നിലവിൽ കേരളത്തിലില്ലെന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. നേരത്തെ അൻവറിന്റെ തറവാട്ടു സ്വത്തല്ല തൃണമൂൽ എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് CG ഉണ്ണി നടത്തിയത്. ബെനാമി സ്വത്ത് ഇടപാടുകളുണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ച KSU നേതാവ് മുഹമ്മദ് ഷമ്മാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കണ്ണൂർ മുൻ ജില്ലാ പ്രസിഡന്റ് PP ദിവ്യ. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ PP ദിവ്യ ബെനാമി കമ്പനിയുമായി ചേർന്ന് 4 ഏക്കർ ഭൂമി വാങ്ങിയെന്ന വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. തന്റെ ഭർത്താവ് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിട്ടുണ്ടെന്ന് ഷമ്മാസ് തെളിയിക്കണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും PP ദിവ്യ വ്യക്തമാക്കി. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ. അടൂർ പ്രകാശ്, റോജി M ജോൺ, ബെന്നി ബെഹനാൻ, മാത്യു കുഴൽനാടൻ തുടങ്ങിയവരുടെ പേരുകളാണ് പകരം പരിഗണിക്കപ്പെടുന്നതെന്നും സൂചനകളുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയ പ്രസിഡന്റിനെ നിയമിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. സംസ്ഥാന സർക്കാർ 249 കായിക താരങ്ങൾക്ക് നിയമനം നൽകി ഉത്തരവിറക്കി. 2015-19 വർഷങ്ങളിലെ സ്പോർട്സ് കോട്ട നിയമനത്തിനായുള്ള സെലക്ട് ലിസ്റ്റിൽ നിന്നും 249 കായിക താരങ്ങളെ വിവിധ വകുപ്പുകളിൽ വിവിധ തസ്തികകളിൽ നിയമിക്കുന്നതിനാണ് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മഹാരാഷ്ട്രയിലെ ജൽഗാവ് ജില്ലയിൽ കർണാടക എക്സ്പ്രസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ 11 മരണം. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് സൂചന. പുഷ്പക് എക്സ്പ്രസിൽ തീപിടിച്ചെന്ന അഭ്യൂഹത്തെ തുടർന്ന് അപായ ചങ്ങല വലിച്ചു നിർത്തിയ ട്രെയിനിൽ നിന്ന് യാത്രക്കാർ സമീപത്തെ ട്രാക്കിലേക്ക് ഇറങ്ങിയതായിരുന്നു. ഈ സമയം ആ ട്രാക്കിലൂടെ എത്തിയ കർണാടക എക്സ്പ്രസ് ഇവർക്ക് മുകളിലൂടെ കയറിയിറങ്ങി. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിന്നിച്ചിതറിയ മൃതദേഹങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും അപകടത്തിന്റെ രൂക്ഷത വ്യക്തമാക്കുന്നു.
ഡബിൾ ഡെക്കർ ട്രെയിനുകൾ അവതരിപ്പിക്കാനൊരുങ്ങി റെയിൽവേ. പാസഞ്ചർ ഗുഡ്സ് ട്രെയിനുകൾ സംയോജിപ്പിച്ച് മുകളിൽ യാത്രക്കാരെയും താഴെ ചരക്കുകളും കൊണ്ടുപോകാൻ കഴിയുന്ന ട്രെയിനുകളായിരിക്കും അവതരിപ്പിക്കുക. ഇതിനായി ഇന്ത്യൻ റെയിൽവേ ബോർഡ് രൂപകൽപ്പന തയ്യാറാക്കി. ഡബിൾ ഡെക്കർ ട്രെയിനിന്റെ സാധ്യതകൾ തേടാനും നടപ്പാക്കാനും കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് റെയിൽവേ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. മണിപ്പൂരിൽ എൻ ബീരൻ സിംഗ് നയിക്കുന്ന BJP സർക്കാരിനുള്ള പിന്തുണ സഖ്യകക്ഷിയായ JDU പിൻവലിച്ചു. നിതീഷ് കുമാർ അധ്യക്ഷനായ JDUവിന് മണിപ്പൂർ നിയമസഭയിൽ ഒരംഗം മാത്രമാണുള്ളത്. പിന്മാറ്റം മണിപ്പൂർ സർക്കാരിൽ തിരിച്ചടി സൃഷ്ടിക്കില്ലെങ്കിലും കേന്ദ്രത്തിനും ബീഹാറിലും പ്രധാന സഖ്യകക്ഷിയായ JDUവിന്റെ പിന്മാറ്റം BJPക്കുള്ള മുന്നറിയിപ്പാണെന്നാണ് വിലയിരുത്തൽ. ഛത്തീസ്ഗഡിൽ വീണ്ടും മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ. 2 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു. ഛത്തീസ്ഗഡിലെ ബൊക്കാറോ ജില്ലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. കൊല്ലപ്പെട്ടവരിൽ നിന്നും AK-47 ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പിടികൂടിയതായി സുരക്ഷാ സേന അറിയിച്ചു. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയെ ഉപരോധിക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അധിക നികുതി, തീരുവ തുടങ്ങി കർശന സാമ്പത്തിക നടപടികൾ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. US പ്രസിഡന്റായി അധികാരമേറ്റെടുത്ത് 3-ാം ദിവസമാണ് സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ട്രംപ് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. 5 മത്സരങ്ങളുള്ള T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 20 ഓവറിൽ 132 റൺസിന് ഓൾ ഔട്ടായപ്പോൾ 34 പന്തിൽ നിന്ന് 79 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് കരുത്തിൽ 12.5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം മറികടന്നു. മലയാളി താരം സഞ്ജു സാംസൺ 20 പന്തിൽ 26 റൺസ് എടുത്ത് പുറത്തായി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.